തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. മ്യൂസിയം വളപ്പിൽ രാവിലെ നടക്കാനിറങ്ങിയവരെയാണ് തെരുവുനായ കടിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ മൃഗശാല വളപ്പിലെ നായ്ക്കളെ പിടികൂടി ക്വാറന്റൈൻ സെന്ററിലാക്കി. ആളുകളെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മ്യൂസിയം വളപ്പിൽ പ്രഭാത നടത്തത്തിനെത്തിയവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റ 5 പേർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മൃഗശാല വളപ്പിലെ തെരുവുനായ് ശല്യത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് പൊതുജനങ്ങൾ. സമാധാനമായിട്ട് നടക്കാൻ വരുന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടെ ദിവസവും ഇതുപോലെ തന്നെ പട്ടികളെ, കൊച്ചുകുട്ടികളെ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും അതിന്റെ പിന്നാലെ ഓടും. നമ്മളെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കും. നടക്കാൻ വരുമ്പോൾ ഇത്തിരി സമാധാനമായിട്ട് നടക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയും മര്യാദയ്ക്ക് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ഇരിക്കുന്നത്. പുറത്തുനിന്നെത്തിയ നായ മൃഗശാലയ്ക്കുള്ളിലെ തെരുവുനായ്ക്കളെ കടിക്കുകയും ചെയ്തു. പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ സാമ്പിൾ പാലോടേക്ക് അയച്ചു. മ്യൂസിയം വളപ്പിലെ നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുമെന്ന് മ്യൂസിയം വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ 24-നോട് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാക്കി കടി കിട്ടിയെന്ന് പറയുന്ന എല്ലാ നായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യുന്നതാണ് അടുത്ത നടപടി. എന്തായാലും ഇന്ന് ഡയറക്ടർ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് തീരുമാനമാകുന്ന അനുസരിച്ചായിരിക്കും അത്തരം നടപടികൾ എടുക്കുക. 24 വാർത്തയ്ക്കു പിന്നാലെ മൃഗശാല വളപ്പിലെ നായ്ക്കളെ നഗരസഭാ അധികൃതരെത്തി പിടികൂടി പേട്ടയിലെ ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റി. നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും 21 ദിവസം ക്വാറന്റൈനിൽ വെക്കുകയും ചെയ്യും. മൃഗശാല വളപ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കാൻ മൃഗശാല ഡയറക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം തീരുമാനിച്ചു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനാലാണ് നടപടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.